കുമാ 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 പേടിപ്പിച്ചു കളഞ്ഞല്ലോ കുമാ. വിളിച്ചതാ ആ പൊക്കുടനെ പേടിച്ചേ ദ്രവ്യം കൊടുക്കാനുണ്ടേ. കിടാത്തോ രഹസ്യവിദ്യമാന്മാരോട്ടൊക്കെ ഞാനും പഠിക്കുന്നുണ്ട്. എടാ ഉച്ചപ്രാന്തം കത്തിരിച്ചത് കേളിയാത്രായി. അപ്പൊ കാര്യങ്ങൾ എളുപ്പമല്ലോ. സഹ്യൻ അറിയിക്കണ്ടേ? അതിന് സാവകാശമുണ്ട്. ആദ്യം കാണേണ്ടത് കാന്തനെയാ. കാന്തനെ മാത്രം ആശ്രയിച്ച എന്റെ മനക്കണക്കും സകല പകിടെ. അവനെ കാണും മുമ്പ് ഒരു അന്വേഷണം നടത്തണം നീ തുളുനാട്ടില്. കാര്യഗൗരവത്തോടെ തന്നെയാണോ അവൻ മനസ്സിലാക്കാലോ. വക്രഗതിയിൽ അന്വേഷിച്ചാലേ യാഥാർത്ഥ്യം അറിയൂ. സൂത്രപ്പണിയിൽ നീ വിരുദ്ധരാണല്ലോ എന്റെ കിടാത്തോ. ആ ആണുങ്ങളെയും ചോദ്യമ്മ എന്നാ വിളിക്കുക. ചോദ്യർ കളരിയില് ആലങ്കീഴിലെ കളരിയില പെൺചോദ്യമ്മ. അവിടെയാ കാന്തൻ. ആഞ്ഞെടുത്തത് കെച്ചംകുത്തിലാണല്ലോ. ಏಕಾಗ್ರತಾ ಹಕ್ಕಲ್ದಿಲ್ಲ. ಆಯುಧಡು ತಯಾರಲ್ಲ. വലിയ ദുഃഖം ഒഴിവാക്കണമല്ലോ. അതെന്റെ കടമയല്ലേന്ന് ഓർത്ത് പറഞ്ഞതാ. ആ അത് നന്നായെന്ന് ഞാൻ പറയൂ. കിടാത്തൻ്റെ ഒരു ശ്രദ്ധ അവനിലുണ്ടല്ലോ. ഞങ്ങൾക്ക് അത്രയും സമാധാനം. എനിക്കങ്ങനെ തോന്നിയത് എത്ര നന്നായി. പിന്നാലെ ചെല്ലണമെന്ന് ഏതൊക്കെ കുടിയിലാ കയറി ഇറങ്ങിയത്. സങ്കടം തോന്നി. ഇവിടുത്തെ സ്ഥിതി എന്താ, അവരുടെ സ്ഥിതി എന്താ? ഹിമാലയവും യോഗിക്കുന്നും തമ്മിലുള്ള അന്തരമല്ലേ. മൂന്നു മണിയെ രുദ്രന് വലിയ ഇഷ്ട. എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം. നമുക്ക് രുദ്രന്റെ പുടമുറി അടിയന്തരം അങ്ങ് നടത്താം. എന്താ കിടാത്ത? അല്ല, ഇവിടുത്തെ മോനത് ഇഷ്ടാവില്ല. എന്തൊക്കെയോ കശപിശുണ്ട് എന്റെ മോളായിട്ട്. കുട്ടികളല്ലേ, ഞാൻ പറയാം 3 മണിയോട്. അതെ, എന്നാലും ഒരേ മഠത്തിൽ പെടുന്നവർ തമ്മില് പുടമുറി പതിവില്ലല്ലോ. കിടാത്തിനെന്താ സമ്മതം ഇല്ലാന്നുണ്ടോ? സന്തോഷേ ഉള്ളൂ. എന്റെ മോളുടെ സൗഭാഗ്യം. എന്നാലും കാന്തനിങ് എത്തിയിട്ട് പോരേന്നൊരു വിചാരം. പുടമുറി കഴിഞ്ഞ രുദ്രനൊരു മാറ്റം ഉണ്ടാവും അല്ലേ? കിടാത്തൻ 3 മണിയോട് രുദ്രനെ ചെന്നൊന്ന് കാണാൻ പറയൂ.
ഓ തുപ്പല് ഗംഭീരായി. ഇപ്പൊ തുപ്പാനേ നേരെ ഉള്ളൂ. കുമാ, നമുക്ക് നമ്മുടെ പണി അങ്ങോട്ട് ആരംഭിക്കാം. ചാത്തോത്തിന്റെയും ചിരികണ്ടോത്തിന്റെയൊക്കെ അധിപൻ ഇനി കിടാത്തൻ. കിടാത്തിനത് എന്ത് പറ്റി? എന്നെ അങ്ങ് ബോധിക്കാത്ത പോലെ. വേവലാതിയായിരിക്കും കുട്ടികളുടെ കാര്യം ആലോചിച്ചിട്ട്. രുദ്രനെ ഓർത്ത് ആദ്യം ഒഴിഞ്ഞ നേരല്ല മനസ്സിന്. നീ അവനെ കൂട്ടി വരണം. നിന്നെ അവൻ അനുസരിക്കും. പുടമുറി താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയണം അവനോട്. കടുക്കനും രുദ്രാക്ഷവും അമ്മയായി ഞാൻ പോലും രുദ്രൻ ഗുരുക്കൾ എന്ന് വിളിക്കണം. ഗുരുക്കൾ പൂജ നടത്താനും ശവത്തിൽ ഭസ്മം പൂശാനും ഭിക്ഷ തെണ്ടാനും ഒരു ഗുരുക്കൾ സ്ഥാനം. വലിയ ഗുരുക്കളെ സമാധി. അവന്റെ പ്രശ്നം അതാന്ന എൻ്റെ ഊഹം. അവർ തമ്മിൽ അത്രയ്ക്ക് അടുപ്പമായിരുന്നല്ലോ. ഞാൻ സംസാരിക്കട്ടെ അവനോട്.